പുതിയ നിയമമടക്കം ചൂണ്ടിക്കാണിച്ച് ശക്തമായ ചോദ്യങ്ങൾ കോടതി പൾസർ സുനിയുടെ അഭിഭാഷകനോട് ഉന്നയിക്കുന്നുണ്ട്. വിട്ടുവീഴ്ചയില്ലാത്ത ഇടവേളകളില്ലാത്ത ജീവപര്യന്തമാണ് പരമാവധി ശിക്ഷ എന്ന നിലയിൽ കോടതിയോട് പ്രോസിക്യൂഷൻ ആരാഞ്ഞിരിക്കുന്നത്. ഒന്നാം പ്രതിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ശിക്ഷയിലേക്ക് തന്നെ പോകുന്നുവെന്ന് മനസ്സിലാക്കാമോ രാഗിൻ? അത്തരം സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. കാരണം ഏറ്റവും കുറഞ്ഞ 20 വർഷമാണ്, അതിനുശേഷം ജീവപര്യന്തം, ഇടവേളകളില്ല അല്ലെങ്കിൽ ഇളവില്ലാത്ത ജീവപര്യന്തം എന്നതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ആ ആവശ്യം കോടതി പരിഗണിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നതാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം ഒരു കാര്യം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു, ഈ ഒന്നാം പ്രതി അല്ലെങ്കിൽ മുഖ്യപ്രതിയായിട്ടുള്ള പൾസർ സുനിയാണ് ഈ ക്രൂരകൃത്യം നടപ്പാക്കിയത് എന്ന കാര്യം കോടതി പറഞ്ഞിരിക്കും. അപ്പോൾ പൾസർ സുനിക്കാണ് ഇതിനകത്ത് മുഖ്യ പങ്കാളിത്തം. അതുകൊണ്ട് പരമാവധി ശിക്ഷ പൾസർ സുനിയിലേക്ക് എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. ഒരു തരത്തിലുള്ള ഇളവുമില്ലാത്ത ജീവപര്യന്തമാണ് അങ്ങനെയെങ്കിൽ പൾസർ സുനിക്ക് ലഭിക്കാൻ പോകുന്നത്. മറ്റു പ്രതികളുടെ കാര്യത്തിൽ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കില്ല എന്ന സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നു. കാരണം അവരുടെ റോൾ പ്രത്യേകം പരിശോധിക്കണമെന്ന വാദമാണ് പ്രത്യേകിച്ചും കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പ്രതിഭാഗവും അത്തരം കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൽ സുപ്രധാനമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെയാണ് കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഏറ്റവും അവസാന സമയവും പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ കോടതിയും തമ്മിൽ ചില ഏറ്റുമുട്ടലിന്റെ സ്വഭാവമുള്ള ചില കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. മുൻപും അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പ്രോസിക്യൂട്ടർമാരടക്കം നേരത്തെ കേസ് ഒഴിഞ്ഞു പോയ കാര്യവും അടക്കം നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട് എന്ന് വേണം നമുക്ക് വ്യക്തമാക്കാൻ. എന്തായാലും ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്ന നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രധാനമായും ഈ പ്രതിഭാഗം അവരുടെ വാദഗതികൾ നിരത്തുകയാണ്. വിവിധ കേസുകൾ ഉദ്ധരിച്ചുകൊണ്ടടക്കം അവർ വാദഗതികൾ നിരത്തും. അതിനുശേഷം കോടതി ഈ രണ്ട് കൂട്ടരുടെയും വാദഗതികൾ ഈ ഹിയറിംഗിന്റെ ഭാഗമായി, പ്രത്യേകിച്ചും ശിക്ഷയിന്മേലുള്ള വാദത്തിന്റെ ഭാഗമായി രേഖപ്പെടുത്തും. തുടർന്ന് ഈ കോടതി ഇതിൽ ഒരു അന്തിമ ഉത്തരവ് പറയും. സാധാരണഗതിയിൽ അതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കകം ഈ കാര്യങ്ങൾ തീർത്താൽ കോടതി പിരിയും. അതിനുശേഷം കോടതി അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകും. ചേംബറിൽ ജഡ്ജി ഈ പറയുന്ന ഇന്ന് രാവിലെ നടന്ന 1.5-2 മണിക്കൂർ നീളുന്ന നടപടിക്രമങ്ങൾ അത് ഈ വിധിന്യായത്തിന്റെ ഭാഗമായി ചേർക്കും. തുടർന്ന് ഒരു വൈകിട്ട് 5 മണിയോടുകൂടി തന്നെ അല്ലെങ്കിൽ 4:30 തന്നെ ഈ ഉത്തരവ് പുറത്തു വരാനാണ് സാധ്യത. അതിലവരുടെ ശിക്ഷയും അടക്കം പ്രഖ്യാപിക്കും. കോടതി ഒരു സമയം പറഞ്ഞായിരിക്കും ഒരു പക്ഷേ പിരിയുക. സ്വാഭാവികമായിട്ടും ഇന്ന് തന്നെ വിധി ഉണ്ടാകുമെന്നാണെങ്കിൽ സമയം പറയും. ഇത്ര സമയം എന്ന രീതിയിൽ കോടതി പറഞ്ഞ് കേസ് ഓപ്പൺ കോർട്ടിൽ കേട്ട് കോടതി വിധി പറയും. അല്ല എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റും. പക്ഷേ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇന്ന് തന്നെ വിധി ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കൂടുതൽ ഇതിന്റെ ഭാഗമായി വന്നിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വളരെ വലിയ ഒരു വിധിന്യായമായിരിക്കും, രാജ്യത്തെ ഏറ്റവും വലിയ വിധിന്യായങ്ങളിൽ ഒന്നായിരിക്കും ഇത് എന്ന സൂചനകളും എന്ന വിവരങ്ങളുമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. കാരണം പ്രോസിക്യൂഷന്റെ അടക്കം ആർഗ്യുമെന്റ് നോട്ട്സ് ഏകദേശം 1800-2000 പേജിനടുത്തുണ്ട്. അതുതന്നെ പ്രതിഭാഗത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ വിധിന്യായത്തിന്റെ ഭാഗമാക്കണം. എന്തൊക്കെ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചു, എന്തൊക്കെയാണ് പ്രതിഭാഗത്തിന്റെ അതിലുള്ള ഒബ്ജക്ഷൻ, കോടതി ഈ രണ്ട് ഭാഗവും കേട്ട ശേഷം കോടതിയുടെ വിലയിരുത്തൽ എന്താണ്, എന്തുകൊണ്ടാണ് 8ാം പ്രതി ദിലീപിനെ അടക്കം വെറുതെ വിട്ടത്, ദിലീപിനെ അടക്കം ബന്ധിപ്പിക്കാനുള്ള തെളിവുകൾ ഇല്ലായിരുന്നോ, അല്ലെങ്കിൽ ആ തെളിവുകൾ കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടോ, എന്താണ് കോടതിയുടെ ബോധ്യം അതുമായി ബന്ധപ്പെട്ടുള്ളത്. അതോടൊപ്പം പൾസർ സുനി ഈ ക്രൂരകൃത്യം ചെയ്യാൻ സുനിയെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു, സാമ്പത്തിക താല്പര്യമെന്ന ആദ്യ കുറ്റപത്രത്തിലെ വിവരങ്ങൾ തന്നെയാണോ കോടതി മുഖവിലക്കെടുത്ത് അംഗീകരിച്ചിട്ടുള്ളത്, ദിലീപിന്റെ പങ്കാളിത്തം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരുന്ന ടവർ ലൊക്കേഷൻ, അതോടൊപ്പം തന്നെ ഓഡിയോ ക്ലിപ്പുകൾ, കൂടാതെ ദിലീപ് വിചാരണയെ അട്ടിമറിക്കാൻ ശ്രമിച്ചു, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നത് സംബന്ധിച്ചുള്ള തെളിവുകൾ, മാത്രമല്ല ഈ ആക്രമണം നടക്കുന്ന ഘട്ടത്തിൽ ദിലീപ് പനിയാണ് എന്ന് പറഞ്ഞ് സെറ്റിൽ നിന്ന് പോവുകയും അഡ്മിറ്റാണ് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അങ്ങനെ ഒരു അഡ്മിഷൻ ഉണ്ടായിട്ടില്ല ആശുപത്രിയിൽ എന്ന് തെളിയിക്കുന്ന രേഖകൾ, ഇതൊക്കെ എന്തുകൊണ്ട് സ്റ്റാൻഡ് ചെയ്യപ്പെടാതെ പോയി എന്ന് കോടതി ഉത്തരവിൽ ഉണ്ടാകും. അതിന് പ്രോസിക്യൂഷൻ സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രോസിക്യൂഷൻ നിലപാടും പ്രസക്തമാണ്. എന്തായാലും പ്രോസിക്യൂഷൻ ഇപ്പോൾ പറയുന്നത് ഇത്തരത്തിലുള്ള വസ്തുതകൾ വിശദമായി തന്നെ പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നതായിരിക്കും. അപ്പോൾ അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ തെളിവുകളുമായി മേൽക്കോടതിയെ സമീപിക്കാനായിരിക്കും പ്രോസിക്യൂഷൻ ഉദ്ദേശിക്കുക. ഇനി ഈ പ്രതികൾക്ക്, മറ്റു പ്രതികൾക്ക്, അതായത് സുനി അല്ലാതെയുള്ള മറ്റ് 5 പ്രതികളുണ്ട്, അവരുടെ ശിക്ഷ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അത്തരത്തിലൊരു തോന്നലും പ്രോസിക്യൂഷൻ ഉണ്ടെങ്കിൽ അതും അവർക്ക് കൂടുതൽ ശിക്ഷ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ മേൽക്കോടതിയെ സമീപിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയിലേക്ക് കേസുകളെത്തും, അവിടെ ഒബ്ജക്ഷൻ ഉന്നയിക്കപ്പെടും. അതോടൊപ്പം ദിലീപും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന വാദഗതികളുമായി കോടതിയിൽ പോകാം. അത് സുപ്രീം കോടതിയിലേക്ക് അടക്കം പോകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട വാദം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോടതി കേൾക്കുന്നത് പ്രതിഭാഗത്തെയാണ്.
ബലാത്സംഗ കുറ്റം തെളിഞ്ഞു. കോടതി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നു പ്രതികൾക്ക് നേരെ. അല്പസമയത്തിനകം വിധി വരികയാണ്. നിർഭയ കേസ് കോടതി പരാമർശിച്ചിരിക്കുന്നു. അത് പൾസർ സുനിയുടെ അഭിഭാഷകന്റെ വാദം കേൾക്കുന്നതിനിടെയാണ് കോടതി നിർഭയ കേസ് പരാമർശിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോടതി കടുത്ത ശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതികളുടെ പ്രവൃത്തി ബലാത്സംഗത്തിന് തുല്യമാണ്. ബലാത്സംഗ കുറ്റം തെളിഞ്ഞിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു. ഇനി വേണ്ടത് ശിക്ഷാവിധിയാണ്. കടുത്ത ശിക്ഷ നൽകണം എന്ന പ്രോസിക്യൂഷന്റെ വാദമുണ്ട്. പരമാവധി ശിക്ഷ ഇളവ് വേണം എന്ന നിലപാട്, പരമാവധി ശിക്ഷ ഇളവ് വേണം എന്നുള്ളത് പ്രതികളുടെ ആവശ്യമാണ്. പ്രതിഭാഗം അഭിഭാഷകർ ആ വാദം ഉന്നയിച്ചപ്പോൾ കോടതി ശക്തമായ നിലപാട് തന്നെ നിർഭയ കേസടക്കം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയുണ്ടായി. സ്ത്രീയുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കിയ പ്രതികൾ എങ്ങനെ വിട്ടുവീഴ്ച അർഹിക്കുന്നവരാകും എന്ന ചോദ്യം കോടതി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഉൾപ്പെട്ട 6 പേർക്കും കടുത്ത ശിക്ഷ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. നേരത്തെ പ്രോസിക്യൂഷന്റെ വാദത്തിനിടയ്ക്ക് എങ്ങനെയാണ് എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ നൽകുക, അവരവരുടെ ഈ കാര്യത്തിലെ ഇൻവോൾവ്മെന്റ് അനുസരിച്ചുള്ള ശിക്ഷയല്ലേ വേണ്ടത് എന്ന തരത്തിലുള്ള പരാമർശം കോടതിയിൽ നിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ ഈ മുഖ്യപ്രതിക്ക്, അതായത് 1-ാം പ്രതി പൾസർ സുനിക്ക് കുറ്റകൃത്യം ചെയ്യുക എന്നുള്ളത് സാധ്യമായത് മറ്റു പ്രതികളുടെ സഹകരണം കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ നൽകണം. അതായത് ഇടവേളകളില്ലാത്ത ജീവപര്യന്തം, യാതൊരു ഇളവുമില്ലാത്ത ജീവപര്യന്തം, അതാണ് ആവശ്യപ്പെടുന്നത്. പരമാവധി ശിക്ഷ എന്നുള്ള നിലയിൽ ആവശ്യപ്പെടുന്നത്. ബലാത്സംഗ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അതിലുള്ള ശിക്ഷാവിധി എന്ത് എന്നാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്. ശിക്ഷാവിധി പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും. ഈ കേസിൽ അതുപോലെ തന്നെ കാത്തിരിക്കുന്നത് ഈ വിധി പ്രസ്താവം പുറത്തു വരുമ്പോൾ, ഈ വിധിയുടെ പകർപ്പ്, വിധിയുടെ പൂർണ്ണരൂപം പുറത്തു വരുമ്പോഴാണ് എങ്ങനെയാണ് 8-ാം പ്രതിക്ക് മേൽ ചുമത്തിയിരുന്ന ഗൂഢാലോചന തള്ളിപ്പോയത്, എന്തുകൊണ്ടാണ് ഗൂഢാലോചന സംബന്ധിച്ച 8-ാം പ്രതിയുടെ ഗൂഢാലോചന സംബന്ധിച്ച തെളിവുകൾ കോടതി അപ്രീഷിയേറ്റ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്, എന്ത് കാരണത്താലാണ് എന്ന കാര്യം വരിക അല്പസമയത്തിനകം ആണ്. വളരെ വളരെ നിർണായകമായ ഒരു വിധി പ്രഖ്യാപനത്തിലേക്ക് കടക്കുകയാണ് കോടതി. ബലാത്സംഗ കുറ്റം തെളിഞ്ഞിട്ടുണ്ട് എന്ന് കോടതി തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. സ്ത്രീയുടെ അഭിമാനത്തെ ഇല്ലാതാക്കിയ പ്രതിക്ക് എങ്ങനെയാണ് ഇളവ് നൽകുക എന്ന ചോദ്യം പ്രതിഭാഗത്തോട് കോടതി ഉന്നയിക്കുകയുണ്ടായി. അതുകൊണ്ട് 1-ാം പ്രതിക്ക് വളരെ ശക്തമായ ശിക്ഷ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ, കടുത്ത ശിക്ഷ, ഇളവുകളില്ലാത്ത ജീവപര്യന്തം എന്ന വാദം പ്രോസിക്യൂഷൻ വളരെ വളരെ ശക്തമായി ഉന്നയിക്കുകയും ചെയ്തു. ഒരു വേള പ്രോസിക്യൂഷനും കോടതിയും തമ്മിൽ അല്പം ഉരസൽ ഉണ്ടാവുകയും ചെയ്തു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ശിക്ഷാവിധിയിലേക്കാണ്. ശിക്ഷാവിധിയിലേക്ക് എല്ലാവരും ഉറ്റുനോക്കി ഇരിക്കുകയാണ്. പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലം വ്യക്തമാക്കുന്ന രേഖകൾ അപൂർണമാണ് എന്ന പരാമർശം കൂടി കോടതിയിൽ നിന്ന് ഉണ്ടാവുന്നു. ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന വാദമാണ് മാർട്ടിൻ അടക്കമുള്ള പ്രതികൾ ഉന്നയിച്ചിരുന്നത്. തനിക്ക് ഒരു പെറ്റി കേസ് പോലും മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് മാർട്ടിൻ വാദിച്ചിരുന്നു. മാതാപിതാക്കൾ ഉണ്ട്, അതുകൊണ്ട് ശിക്ഷാ ഇളവ് വേണമെന്ന ആവശ്യമാണ് മാർട്ടിൻ ഉന്നയിച്ചത്. മറ്റ് പ്രതികളും പരമാവധി ഇളവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കാര്യത്തിലൊക്കെ എന്തായിരിക്കും കോടതിയുടെ തീരുമാനമെന്ന് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. കോടതിയിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. സ്ത്രീയുടെ അഭിമാനത്തെ ഇല്ലാതാക്കിയ പ്രതിക്ക് എങ്ങനെയാണ് ശിക്ഷാ ഇളവ് നൽകാൻ കഴിയുക എന്ന ചോദ്യം പ്രതിഭാഗത്തോട് ചോദിച്ചിട്ടുണ്ട്. നിർഭയ കേസ് കോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കോടതിയിൽ നിന്ന് വരുന്ന വിധിക്ക് നമ്മളെല്ലാവരും കാത്തിരിക്കണം. 1-ാം പ്രതിക്ക് കടുത്ത ശിക്ഷ കിട്ടും എന്ന് നമുക്ക് ഈ സമയത്ത് ഉറപ്പിക്കാം. മറ്റ് 5 പ്രതികളുടെ കാര്യം എന്താണ്? സമാനമായ കുറ്റങ്ങൾക്ക് സമാനമായ ശിക്ഷ എന്ന തരത്തിൽ എല്ലാ പ്രതികൾക്കും കടുത്ത ശിക്ഷ കിട്ടുമോ? ഇത് അറിയാൻ നമ്മൾ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. കോടതി വിധി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും.